കാസർഗോഡിൻ്റെ സ്വന്തം മിനി ഊട്ടി എന്നറിയപ്പെടുന്ന റാണിപുരത്താണുള്ളത്. 2017 പോയൊരു യാത്രയാണിത്. റിപ്പബ്ലിക് ദിനത്തിൽ യാത്രികൻ ഗ്രൂപ്പിനൊപ്പം പോയൊരു ചെറിയൊരു യാത്ര. രാവിലെ പോയി വൈകിട്ട് തിരിച്ചു വന്നൊരു യാത്ര. കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും നമ്മളുടെ ഈ ഒരു യാത്രയിൽ പങ്കെടുക്കാനായിട്ട് ഒരുപാട് പേര് ജോയിൻ ചെയ്തിരുന്നു. ഭൂരിഭാഗവും മലബാർ ഏരിയയിൽ നിന്ന് വന്ന ആൾക്കാർ തന്നെയാണ്. കടലിൽ നിന്നും 750 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു സ്ഥലം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. തുടക്കത്തിലുള്ള ഭാഗങ്ങളൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാര്യം ആ തുടക്കത്തിൽ വരുന്ന സമയത്ത് അത്യാവശ്യം ചെറിയ രീതിയിൽ മഴയും കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ വീഡിയോയും കാര്യമൊന്നും എടുത്തിരുന്നില്ല. ഞാൻ ഏതാണ്ട് മുകളിലെത്തിയപ്പോഴാണ് മഴയൊക്കെ കുറഞ്ഞതും പിന്നീട് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഇതിൻ്റെ വ്യൂ പോയിന്റ്. ശരിക്കും പറഞ്ഞാൽ 2 വ്യൂ പോയിന്റ് ഉണ്ടെന്നൊക്കെ പറയാം. നിങ്ങൾ ആദ്യം കണ്ടതാണ് ഇതിൻ്റെ പ്രധാന വ്യൂ പോയിന്റ്. പൊതുവെ ആൾക്കാരൊക്കെ കയറി ചെല്ലുന്ന ഒരു വ്യൂ പോയിന്റ്, വളരെ സിമ്പിളായിട്ട് കയറി ചെല്ലാവുന്ന ഒരു വ്യൂ പോയിന്റ് ആണ്. പിന്നെ ഉള്ളത് ഈ പാറ ആണ്. ഈ പാറയാണ് കുറച്ച് ചാലഞ്ചിങ്. അത് അങ്ങനെ എല്ലാവർക്കും എളുപ്പത്തിൽ കയറി ചെല്ലാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം ഈസി തന്നെയാണ്. അവിടെ എത്തി നമ്മൾ കുറച്ച് ഇന്ത്യയുടെ ഫ്ലാഗെല്ലാം വെച്ച് നല്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അടിയിൽ ഒരു ഗുഹയുണ്ടെന്ന് അറിയുന്നത്. ഈ ഒരു പാറയുടെ അടിയിൽ ഒരു ഗുഹയുണ്ടെന്ന് അറിയുന്നത്. അങ്ങനെ പിന്നെ നേരെ അങ്ങോട്ടേക്ക് വിട്ടു. തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അങ്ങോട്ട് കാര്യങ്ങൾ ഈസി ആയിരുന്നു. നല്ലൊരു വ്യൂ ആയിരുന്നു. അതിൻ്റെ ഉള്ളിൽ ചെറിയ ഗ്യാപ്പൊക്കെ ആയിരുന്നു. അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോസൊന്നും എൻ്റെ കയ്യിലില്ല, എന്നാലും പറ്റാവുന്ന അത്രയും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള ഏതൊരാൾക്കും ചെയ്യാവുന്ന ഒരു റോക്ക് ക്ലൈമ്പിംഗ് ആണ് ഇവിടെ ഉള്ളത്. മഴയത്ത് കുറച്ചൊന്ന് സൂക്ഷിക്കേണ്ടി വരും. അതേപോലെ മഞ്ഞിലൊക്കെ പെട്ടെന്ന് മഞ്ഞ് വരുന്ന ഒരു കാലാവസ്ഥയാണ് ഇവിടുത്തെ. ഈ റോക്ക് ക്ലൈംബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മറ്റൊരു പോർഷൻ ഉണ്ട്. അവിടെ നിന്ന് കാണുന്ന കാഴ്ചകളാണ് ഏറ്റവും മികച്ചത്. അതായത് ഇതിൻ്റെ ഈ റാണിപുരത്തിൻ്റെ ഓരോ ഭാഗത്തും വ്യത്യസ്തമായ കാഴ്ചകളാണ് നമുക്കുള്ളത്. പെട്ടെന്ന് കോട വന്ന് നിറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഫീലുണ്ട്. നോക്കി നിൽക്കുകയാണ് കോട ഇങ്ങനെ കയറി വരുന്നുണ്ടായിരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായ ഒരു കാഴ്ച തന്നെയായിരുന്നത്. ഞാൻ ഇതിൻ്റെ മുന്നേയും ഒരുപാട് ട്രക്കിങ്ങും ക്യാമ്പിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ചെയ്തിരുന്നത് ഇടുക്കിയിലൊക്കെയാണ്, പിന്നെ വയനാടും. സോ അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ അഫ്കോഴ്സ് ഞാൻ വയനാട് ബാനസൂരയിൽ പോയിരുന്ന ഒരു യാത്രയായിരുന്നു. അവിടെ ഒരു ദിവസം മൊത്തം ട്രക്ക് ചെയ്ത് അവിടെ ക്യാമ്പ് ചെയ്ത് പിറ്റേന്ന് ആണ് ഞാൻ അവിടെ നിന്ന് വരുന്നത്. പ്യുവർ ഫോറസ്റ്റ് ഏരിയയിലാണ് ഞാൻ ക്യാമ്പ് ചെയ്തത്. പക്ഷേ അവിടെയൊന്നും കിട്ടാത്തൊരു ഫീല് ശരിക്കും പറഞ്ഞാൽ റാണിപുരത്തുണ്ട്. ഞാൻ റാണിപുരം എന്ന് പറയുമ്പോൾ ഇത്രയൊന്നും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. പക്ഷേ ഏതായാലും ഇവിടെ വന്നത് വേർത്തിട്ടാണ്. കാസർഗോഡ് കണ്ണൂർ ഭാഗത്തുള്ളവർക്ക് എന്തുകൊണ്ടും വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഓഫ്കോഴ്സ് റോക്ക് ക്ലൈമ്പിംഗ് ഒക്കെ വളരെ ലിമിറ്റഡ് ആയ ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. കാര്യം ഇതിൻ്റെ ഗുഹേൻ്റെ ഭാഗത്തൊക്കെ അത്യാവശ്യം റിസ്ക് തന്നെയാണ്. അതിൻ്റെ അകത്ത് വിട്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പരിക്കേൽക്കാനും ചാൻസ് ഉണ്ട്. കാരണം ചില ഭാഗങ്ങളൊക്കെ അങ്ങനെയുള്ള വളരെ ഷാർപ്പായ റോക്സും അതേപോലെ ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ട്. സോ അതൊക്കെ നോക്കിയും കണ്ടൊക്കെ ഒരാളുടെ സഹായം ഉണ്ടെങ്കിൽ അഫ്കോഴ്സ് പോയിട്ട് വരാം. പിന്നെ നല്ല വളർന്നിരിക്കുന്ന പുല്ലുകളും മരങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ഏരിയ നല്ല രീതിയിൽ അറിയുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അഫ്കോഴ്സ് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കണ്ണൂർ ജില്ലയിലും ഉണ്ട് ഇതേപോലെ ഒരു മിനി ഊട്ടി. വാഴമല എന്നറിയപ്പെടുന്ന ആ ഒരു സ്പോട്ടാണ് കണ്ണൂർ ജില്ലയിൽ. ഈ
മലയുടെ പാറയുടെ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് പുല്ലാണെങ്കിൽ മറ്റേ ഭാഗം കംപ്ലീറ്റ് പാറയാണ്. ഈ പാറയുള്ള ഭാഗത്താണ് ശരിക്കും പറഞ്ഞാൽ മികച്ച വ്യൂ ഒക്കെ ഉള്ളത്. അവിടെയാണ് ഈ കോടയൊക്കെ വന്ന് അറിയുന്നതും അത്യാവശ്യം ഒരു ഫോട്ടോസിനൊക്കെ പോസ് ചെയ്യാൻ പറ്റിയൊക്കെ സ്പോട്ട് ഉള്ളത് ഈ ഒരു ഭാഗത്താണ്. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കോട വന്നാലും ഈ ഒരു സ്പോട്ട് മിക്കവാറും എല്ലാ സമയവും നനഞ്ഞിരിക്കും. കാര്യം മഴയുണ്ടാവും അല്ലെങ്കിൽ കോടയുണ്ടാവും. അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ വഴുതി വീഴാൻ നല്ല ചാൻസ് ഉള്ള ഒരു സ്പോട്ടാണ്. അതുകൊണ്ട് ഇറങ്ങുമ്പോഴും കയറുമ്പോഴൊക്കെ സൂക്ഷിച്ച് കയറണം. സോ ഇതൊക്കെ അതിൻ്റെ പ്രധാനപ്പെട്ട സ്പോട്ടിൽ നിന്ന് എടുത്ത ഫുട്ടേജാണ്. ഗുഹേൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എടുത്ത ഫുട്ടേജും കാര്യങ്ങളൊക്കെയാണ്. അത് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു പുറമേന്ന് കാണുന്നതല്ല ഇതിൻ്റെ അകത്തുള്ളത്. വേറെ തന്നെ ഒരു ലോകം തന്നെയാണ് ഇതിൻ്റെ അകത്ത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങാൻ നേരത്ത് നല്ല മഴ പെയ്തു. മഴ പെയ്താൽ പിന്നെ നമ്മൾക്ക് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. പിന്നെ അങ്ങോട്ട് മൊത്തം ഫോട്ടോസിൽ ഒതുക്കേണ്ടി വന്ന്. പിന്നെ ഈ കാണുന്ന ഷെഡ് ആന തകർത്തു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവിടെ പോയ വഴിക്ക് നമ്മളൊന്നും ആനയുടെ ഒരു ലക്ഷണമോ ഒരു ആനപ്പെണ്ടോ അങ്ങനെ ഒന്നും കണ്ടിരുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച മുതൽ വരുന്ന വീഡിയോസ് കംപ്ലീറ്റ് ചൈനയിൽ നിന്നാണ്. അങ്ങനെ കുറച്ച് കാലത്തേക്ക് നമ്മൾ ഇനി ചൈനയിലേക്കാണ് പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച ബൈ.